ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കർക്കിടകം റെസിപ്പിയാണ്. അത് നമുക്ക് രണ്ട് രീതിയിൽ കർക്കിടക കഞ്ഞി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ജോലി ചെയ്താൽ മതി, നമുക്ക് രണ്ട് റെസിപ്പിയായിട്ട് അത് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി എന്ന് കാണാം. അപ്പോൾ കർക്കിടക മാസത്തിലാണ് രോഗങ്ങൾ വരാൻ സാധ്യത ഒരുപാടുള്ള ഒരു മാസം. അപ്പോൾ പൊതുവേ മഴയും തണുപ്പുമൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ല ഒരു ആരോഗ്യം കിട്ടാനും ചൂട് നിലനിർത്താനുമൊക്കെ നമ്മൾ ഈ ഉലുവ ഉപയോഗിക്കുന്നത്. അപ്പോൾ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായാണ് നമ്മൾ ഈ കഞ്ഞി, അതും നമ്മൾ ഉലുവയൊക്കെ ചേർത്ത കഞ്ഞി, പച്ചമരുന്നുകളൊക്കെ ചേർത്തും നമുക്ക് കഞ്ഞി ഉണ്ടാക്കാം. അപ്പോൾ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കഞ്ഞിയാണ്. പക്ഷേ അത് ഉലുവയൊക്കെ ചേർത്താലും നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിന് മുൻപ് കഴിഞ്ഞ സീസണിൽ കർക്കിടകം റെസിപ്പീസ് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ ഒരു പ്ലേലിസ്റ്റിലായി കർക്കിടകം റെസിപ്പീസ് എന്ന് പറഞ്ഞ് ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ റെസിപ്പീസും കിട്ടും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമുക്ക് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു കർക്കിടകം സ്പെഷ്യൽ കഞ്ഞിയാണ്. അപ്പോൾ കർക്കിടകം കഞ്ഞി നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാം. ഒരുപാട് മരുന്നുകളൊക്കെ ചേർത്ത് ഉണ്ടാക്കാം, സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ഉലുവ ചേർത്തുള്ള ഒരു സിമ്പിളായിട്ടുള്ള കഞ്ഞിയാണ്. അധികം കയ്പൊന്നുമില്ലാതെ നമുക്ക് എല്ലാവർക്കും തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് കുടിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉണക്കലരിയാണ്. അപ്പോൾ നമുക്ക് പച്ചരി എടുക്കാം, ചമ്പാ പച്ചരി എടുക്കാം, മട്ടയരി എടുക്കാം. ഇത് ഉണക്കലരി കിട്ടുമെങ്കിൽ അതെടുക്കാം. പിന്നെ ഞവര അരി ഏറ്റവും ബെസ്റ്റാണ്, അത് നമുക്കെടുക്കാം. പിന്നെ നമ്മളിത് എടുക്കാൻ പാടില്ലാത്തത് നമ്മൾ ഇഡലിക്കൊക്കെ അപ്പത്തിനൊക്കെ ഇടുന്ന പച്ചരി, അത് നമുക്കിതിന് യോജിക്കില്ല. ബിരിയാണി റൈസ്, അതും നമുക്കിതിന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇനി ഇത് കഴുകിയെടുക്കണം. പിന്നെ ഞാനിവിടെ ഉലുവ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 5-6 മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഉണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ഈ അരി കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ അരി നന്നായിട്ട് കഴുകിയെടുത്തു. ഈ ഒരു കപ്പിൽ 1.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഉലുവ 1.5 ടേബിൾ സ്പൂൺ ഉലുവയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് രണ്ടും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. കുക്കറിലിട്ടാണ് ഞാൻ വേവിക്കുന്നത്. കലത്തിൽ വേണമെങ്കിലും ഇട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം അരി അളന്ന കപ്പിൽ തന്നെ 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് അടപ്പടച്ച് വെയിറ്റിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ കഞ്ഞി 2 രീതിയിൽ ചെയ്യുന്നുണ്ട്, മധുരം ചേർത്ത് മധുരം ചേർക്കാതെയും. അപ്പോൾ ഞാനിവിടെ മധുരത്തിനായി ചേർക്കുന്നത് കരിപ്പട്ടിയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ആരോഗ്യത്തിന് നല്ലത് കരിപ്പട്ടിയാണ്. അപ്പോൾ ഞാൻ മധുരം കഴിക്കുന്നുള്ളവർക്ക് വേണ്ടി കരിപ്പട്ടി ഉപയോഗിക്കുന്നുണ്ട്. അല്ലാതെ മധുരമില്ലാതെ സാധാരണ കഞ്ഞിയായിട്ടും ചെയ്യുന്നു. കരിപ്പട്ടിയും ഉരുക്കാനായി വെച്ചിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 4 വിസിലായി. ഇപ്പോഴേക്കും ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാൻ 1 തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ചേർത്ത് മിക്സിയിലിട്ട് ഒന്ന് അരിച്ച് എടുക്കാം. ആദ്യം ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് അരിച്ചതിന് ശേഷം വീണ്ടും ഒരു കൊത്തിൽ വീണ്ടും ഒരു 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് മിക്സിയിലിട്ട് തന്നെ ഇപ്പം നന്നായിട്ട് അരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന 2 റെസിപ്പിയിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെന്ത ചോറിൽ നിന്നും പകുതി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഇത് നമുക്ക് കരിപ്പട്ടി ചേർക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഇതിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തതിൽ നിന്നും പകുതി ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരുന്ന പകുതി ചോറിലോട്ട് ഇപ്പോൾ പകുതി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു. ബാക്കി പകുതി ഇനി നമ്മൾ ഈ കരിപ്പട്ടി ചേർക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ കരിപ്പട്ടി ഉരുക്കിയത് അരിച്ചെടുത്തത് ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ ഇപ്പോൾ കഞ്ഞിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കാം. ബാക്കി നമുക്ക് ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് എടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മൾ മധുരം ചേർത്തതിൽ തേങ്ങാപ്പാൽ ചേർത്തിട്ടില്ല ഇതുവരെ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കഞ്ഞി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിലർ ഉപ്പ് ചേർക്കാറില്ല, അപ്പോൾ നമ്മളുടെ താല്പര്യം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് വേണമെങ്കിൽ നെയ്യ് എടുക്കാം, വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതൊരു ചെറിയ സ്പൂണാണ്, 3 സ്പൂണ് ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്കിതിൽ ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ഒരു 10 ഉള്ളി വരെ എടുത്തിട്ടുണ്ട്. ഇതിനി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഉള്ളി മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിനൊരു ചമ്മന്തി ഉണ്ടാക്കാം. ഒരു തേങ്ങയുടെ ഒരു 4/1 ഭാഗം ചിരണ്ടിയെടുത്തത്, ഒരല്പം പുളി, മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു ചെറിയ പച്ചമുളക്, കുറച്ച് ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി. ഇതെല്ലാം നമുക്ക് ഒരല്പം വെള്ളം ചേർത്ത് കട്ടിക്ക് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.